തുടർന്ന് സംസാരിക്കുന്നത് അബ്ദുൽ ഹസീബ് മദനി അവറുകളാണ്. സംസാരിക്കുന്നതിന് വേണ്ടി അബ്ദുൽ ഹസീബ് മദനി അവറുകളെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വൽആഖിബത്തു ലിത്തഖ്വ വൗസീകും വനഫ്സി ബിത്തഖ്വല്ലാഹ്. വല്ലാഹി അനാ عندما أقوم أمامكم الآن لأول مرة بعد سنوات ترتعد رجلاي. أنا بين ظهراني هؤلاء القروم والبجوح والفحول. ജീവിതത്തിൽ ആദ്യമായി എന്ന് പറയാം, ഒരു 10-20 വർഷങ്ങൾക്കിപ്പുറം മനസ്സും കൈകാലുകളും വിറച്ച് ഈ സദസ്സിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. എനിക്കെൻ്റെ മദീനത്തുൽ ഉലൂം എന്നായിരുന്നു എനിക്ക് സംസാരിക്കാൻ തന്ന ശീർഷകമെങ്കിൽ അൽഹംദുലില്ലാഹ് വല്ലാഹി ലകുന്തു ജിദ്ദ മദീൻ ലിമദീനത്തുൽ ഉലൂം അക്സറ മിൻ ഹാദാ. എനിക്ക് എന്താ പറയേണ്ടത് എന്നറിയില്ല, ഇതെങ്ങനെ തുടങ്ങാമെന്നറിയില്ല. വല്ലാത്തൊരു മാനസിക വൈകാരിക സമ്മർദ്ദത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ എൻ്റെ സംസാരത്തിന് മുൻപ് കുറച്ച് മിനിറ്റേ ഞാൻ സംസാരിക്കുള്ളൂ. അബ്ദുൽ ഹസീബ് മദനി. فيا تربة المنكلار أنت المعول وأم فهذا الجمع للأم حافل هنيئا لبعض الذكريات تموج فيه رحابي فؤادي إن ذكري لخامل وكم فيك من علم سبعنا بها فالكل جنبيك نازل وكم عاش أجيال بترب المدينة من الفتية الأخيار جلت دلائل سقوا من علوم الدين صفو العقيدة وخير مفاهيم بهد يواصل فربوا هنا يربون لا شكر الله عن بعينات خبرات وليه يموئل شكوت إليها الحب والحب أعظم ولكن رد الفعل منها مماثل سمعت نداء الأم والنفس ترتجي لقاء مرادي عند أمي يحاصل وجدتي بقنطار العلوم مدينتي فعندك ري للظماء ومنهل فمن كان ظمآنا لماء الهدى هنا فقد
فاز بالمقصود والعلم هاتول فأشدد بحب أو حنان يسوده حذار انحراف بيننا الجود عادل فعلمت فتيانا وزكيتهم تقى فحالت سلوكياتهم والشمائل فلا دين بين الناس إلا وأنه يرد ولكن دين أمي فاضل وأمسيس في ميدان علم مهندا ورأس الوغالي الشركيات يجادل وكأني إشرافا وذودا عن الحمى وظلا ظليلا قادهم وهو باسل أساتذتي كانوا هداة بعلمهم أبوا كل هم أو أسن فوق فهو راحل وصلت التجاء وأنا ابن 23 وزادت سحب ما كنت أجهل وسبعة أعوام قضيت كأبحر وأصبحتها هل للعلوم السواحل أضفت إلى اسمي ذيل مدني فزنته وغيرت عنواني به فهو كامل أنسى جميلا أو صنيعا فعلته وكيف ونسياني لصنعك قاتل أشكره أم أكفر عيشة الهنا وأكتمها كتماني الحق باطل فأولاك رب العزة الله عونه إذا وافق التوفيق فالعون عاجل. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ പഠിപ്പിച്ച ഉസ്താദന്മാരിൽ 1977 മുതൽ 84 വരെയുള്ള 7 വർഷങ്ങൾ ആണ് ഞാനിവിടെ ഉണ്ടായത്. CP സയ്യിദ് അലി മൗലവി, എനിക്ക് ഇവിടെ നിന്ന് അദ്ദേഹത്തെ കാണാം. ബാക്കിയുള്ളവരൊക്കെ പ്രധാന അധ്യാപകരൊക്കെ മരിച്ചുപോയി. എന്നെ മാത്രമല്ല, എൻ്റെ സുഹൃത്തുക്കൾ പലരും ഇവിടെയുണ്ട്. മിൻ തിൽക്കന്ന ദഫ, ആ ബാച്ചിൽ പലരും ഇവിടെ ഉണ്ട്. ഞാൻ 13 വയസ്സുള്ളപ്പോഴാണ് ഇവിടെ വരുന്നത്. 13 വയസ്സ്, 8ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത്.
ഒരു ക്ലാസ്സിലും തോൽക്കാനുള്ള മാർക്ക് പോലും കിട്ടാതെയായിരുന്നു എൻ്റെ സ്കൂൾ പഠനം. അപകടം പിടിച്ച സ്കൂൾ പഠനം എങ്ങനെയെങ്കിലും നിർത്തിക്കിട്ടാൻ ഞാൻ ഒളിച്ചോട്ടം വരെ നടത്തി. എൻ്റെ നാട്ടിലെ എല്ലാ ഉത്സവ പറമ്പുകളിലും ഞാൻ പതിവ് സാന്നിധ്യമായിരുന്നു. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല. പള്ളത്താംകുളങ്ങര ഭഗവതി ക്ഷേത്രം, ശ്രീനാരായണ ഗുരു നേരിട്ട് പ്രതിഷ്ഠ നടത്തിയ ചെറായി ഗൗരീശ്വരം ക്ഷേത്രം, ഇവിടെയൊക്കെ 6 ദിവസം തുടർച്ചയായി എൻ്റെ വീട്ടിൽ പോകാതെ ശ്രീകോവിലിൻ്റെ മുമ്പിലുള്ള നടയിൽ രാത്രികാലങ്ങളിൽ കിടന്നുറങ്ങി വിശക്കുമ്പോൾ മൂത്താപ്പാടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വാപ്പാക്ക് പിടികൊടുക്കാതെ ഒളിച്ചു നടന്ന ഒരു കാലമുണ്ട്. 8ാം ക്ലാസ്. അന്ന് ആ 8ാം ക്ലാസ് ഘട്ടത്തിലാണ് ഞാൻ ഒളിച്ചോടിയത്. വിശന്നപ്പോൾ വീണ്ടും 3 ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് തന്നെ തിരിച്ചു ചെന്നു. വാപ്പാക്ക് മനസ്സിലായി ഇനി മുന്നോട്ട് പോവില്ല. ശാന്തപുരം ഇസ്ലാമിയ കോളേജിലും തിരൂർക്കാട് ഇലാഹിയയിലും കുറ്റ്യാടി ഇസ്ലാമിയ കോളേജിലും കാസർഗോഡ് ആലിയ കോളേജിലും എല്ലാം എനിക്ക് വേണ്ടി അഡ്മിഷൻ പരതി ചെന്നു. SSLC പാസ്സാകാതെ അഡ്മിഷൻ കിട്ടില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഗത്ഭമതികളായ അക്കാലത്തെ നേതാക്കൾ ഇസ്ഹാഖ് അലി മൗലവി, ഷെരീഫ് മൗലവി തുടങ്ങിയ അവിടങ്ങളിലുള്ള അധ്യാപകർ വാപ്പാനെ നിരാശപ്പെടുത്തി പറഞ്ഞയച്ചു. പിന്നെ ഒരേ ഒരു രക്ഷ, 1961 എൻ്റെ വാപ്പ HSA ഹിന്ദി അധ്യാപകനായിരുന്നു. തലശ്ശേരി മുബാറക്ക, ഇന്നത് ഹയർ സെക്കൻഡറി സ്കൂളാണ്. 61 വരെ KNE-ക്കൊപ്പം, KNE അവിടുത്തെ അറബി അധ്യാപകൻ, വാപ്പ അവിടുത്തെ ഹിന്ദി അധ്യാപകൻ. 1964 KNE മദീനത്തുൽ ഉലൂമിൻ്റെ സാരഥ്യം ഏറ്റെടുത്ത് ഇങ്ങോട്ട് വരുന്നത്. ആ പരിചയം ഉപയോഗപ്പെടുത്താമെന്ന് തീരുമാനിച്ചു. അതൊരു അവസാനത്തെ ചോയ്സാണ്. അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത്. ഞാൻ എന്താ അല്ല സർ, ഞാൻ ആദ്യം വരുന്നത്, എൻ്റെ ആദ്യത്തെ വരവാണത്. KNE അഭയം തന്നു എന്ന് ഞാൻ പറയട്ടെ. ഞാനിവിടെ വരുമ്പോൾ 77ഓളം കുട്ടികൾ പഠിക്കുന്നൊരു ക്ലാസ്സിൽ, 2ാം ക്ലാസ്സിൽ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം, എൻ്റെ കഥ പറയലല്ലോ കാര്യം, അങ്ങനെ തുടർച്ചയായ 7 വർഷങ്ങൾ എൻ്റെ ജീവിതം മദീനത്തുൽ ഉലൂമിൽ നിന്ന് കിട്ടിയതാണെന്നും എൻ്റെ ഭൗതികമായ ജീവിതം പൂർണ്ണമായും ഈ ഈജിപ്റ്റ് നൈൽ നദിയുടെ ദാനമാണ് എന്ന് പറയുന്നത് പോലെ, വല്ലാഹി ഹയാത്തിയ ദുന്യവിയ ജൂദു ഹാദിഹിൽ മദീന, യാനി ജൂദു ഹാദിഹിൽ കുല്ലിയത്തിൽ അറബിയ മദീനത്തുൽ ഉലൂം, മദീനത്തിൻ്റെ ദാനമായി കിട്ടിയ ജീവിതമാണ് ഇന്ന് വലിയ ശമ്പളം വാങ്ങി ഞാൻ അനുഭവിച്ച് തീർക്കുന്നത്. KNE എനിക്ക് പലതുമായിരുന്നു. എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും ഒക്കെ KNE ആയിരുന്നു. KNE ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രിൻസിപ്പളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന രീതിയിലല്ല. വാപ്പ പറഞ്ഞു, എനിക്ക് എപ്പോഴും പൈസ അയക്കാനൊന്നും പറ്റില്ല. എപ്പോൾ അവൻ അത്യാവശ്യം വന്ന് ചോദിച്ചാലും ഇബ്രാഹിം മൗലവി അവന് ആ പൈസ കൊടുക്കണം. എനിക്കെപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ഞാൻ ആ വാതിലിൽ മുട്ടും. എനിക്കെപ്പോൾ ആവശ്യം വരുമ്പോഴും ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും. ഒരു തവണ പോലും വല്ലാഹി വലൗ മറത്തൻ വാഹിദത്തൻ മാ റഫലനി വമാ റഫല തലബി, ഒരിക്കൽ പോലും എൻ്റെ അഭ്യർത്ഥന അദ്ദേഹം നിരസിച്ചിട്ടില്ല. എന്നും എനിക്ക് ആ സംഭാവനയിൽ ആ കടം, എനിക്ക് ഒരിക്കലും വീട്ടാൻ കഴിയാതെ പോയ കടം, ഒരുപക്ഷെ അങ്ങനെ പലതും. മരിക്കുന്നതിന് ഒരാഴ്ച മുൻപ് ആലിക്കുട്ടി മൗലവിയെ, അബ്ദുള്ള മദനിയുടെയും അബ്ദുറഹ്മാൻ മദനിയുടെയും മുഹമ്മദ് മദനിയുടെയും ഒക്കെ വാപ്പ ആലിക്കുട്ടി മൗലവിയെ ഞങ്ങൾ ഒരുമിച്ച് പോയി കണ്ടു. ആ കിടത്തത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. എനിക്ക് വ്യക്തമായും ഓർമ്മയുണ്ട്.
റിസൾട്ട് അറിയുന്നതിന് ഏതാനും ദിവസങ്ങൾക്കും ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂട്ടുകാരോടൊപ്പം. അത് ഞാൻ ആ കൈകൾ ഇങ്ങനെ എൻ്റെ എന്തുകൊണ്ട് ഞാനിങ്ങനെ അധീരനാകുന്നു എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അത്ര അധീരനല്ല സ്വയം തന്നെ. ഞാൻ ആ കൈകൾ ഇങ്ങനെ ചുണ്ടുകളോട് ചേർത്തെടുത്ത് മുത്തി. അങ്ങനെ ചെയ്യരുത് എന്ന് വിലക്കിക്കൊണ്ട് ആ സന്ദർഭത്തിലും എനിക്ക് അറിവ് പകർന്നു തന്നു ആലിക്കുട്ടി മൗലവി. പിന്നെ ബുഖാരിയിലെ സംശയമുള്ള, നമുക്ക് സംശയം തോന്നിയ, ആരും പറഞ്ഞു തന്നിട്ടല്ല, സംശയം തോന്നിയ ഹദീസുകളുടെ നേർക്ക് നമുക്ക് തോന്നിയ വിഷയങ്ങൾ ഉന്നയിച്ച് സംശയം ഉന്നയിക്കുമ്പോൾ ഇത് ബുഖാരിയാണ്, നിനക്ക് കളിക്കാനുള്ളതല്ല എന്ന് താക്കീത് ചെയ്യുമായിരുന്ന ചേന്നമംഗലൂർ കുഞ്ഞു മുഹമ്മദ് മൗലവി, ചേന്നമംഗലൂർ ഖാലിയായിരുന്ന എൻ കെ മൗലവി, അതുപോലെ റൌഫ് മദനിയുടെ വാപ്പ കുഞ്ഞു മുഹമ്മദ് മൗലവി, ഏത് വിഷയം ക്ലാസ് എടുക്കാൻ വേണ്ടി ക്ലാസ്സിൽ വരുമ്പോഴും ഇപ്പം ഏതാ വിഷയം എന്ന് ആമുഖമില്ലാതെ ചോദിച്ച്, അത് മന്തിക്കാണെങ്കിലും ഫൽസഫയാണെങ്കിലും ജവാഹിറുൽ ബലാഗയാണെങ്കിലും റിസാലത്ത് തൗഹീദാണെങ്കിലും മജ്മുഅത്തുൻ നളുമാണെങ്കിലും താരീഖാണെങ്കിലും അദബിൻ്റെ കിതാബാണെങ്കിലും തശ്രീഇൻ്റെ കിതാബാണെങ്കിലും എന്താണെങ്കിലും എടുക്കൂ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുക്കുമായിരുന്ന കുഞ്ഞാലി മദനി. ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ അറബി ഭാഷയിൽ യാതൊന്നും അല്ലാതിരുന്ന അവസ്ഥയിൽ വന്ന എനിക്ക് അറബി ഭാഷയുടെ ബാലപാഠങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം പകർന്ന് തന്ന് മൺമറഞ്ഞു പോയ മോയിൻകുട്ടി മദനി. സഞ്ചാൻ എടുത്തിരുന്നത് അദ്ദേഹമാണ്. എൻ്റെ കൂട്ടുകാർ ഓർക്കുന്നുണ്ടാകും. ഡബിൾ പ്രമോഷൻ കിട്ടി എൻ്റെ കൂട്ടുകാർ പോകുമ്പോൾ എം മുഹമ്മദ് കുട്ടി മദനി, അബ്ദുൽ കബീർ ഒളവണ്ണ, എം കെ ഇസ്മായിൽ പാണ്ടിക്കാട്, അബ്ദുൽ കയ്യൂം പുന്നശ്ശേരി, അങ്ങനെ പ്രഗത്ഭമതികളായ എൻ്റെ സീനിയർ ബാച്ചിലെ കുട്ടികൾ, പിന്നീടാണ് അവർ സീനിയർ ആകുന്നത്, ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. അന്ന് നിനക്കാണ് ഏറ്റവും കുറവ് മാർക്ക്. ആദരണീയനായ CP സൈദലി മൗലവി എന്നോട് പറഞ്ഞു, ഈ കൂട്ടത്തിൽ കുറവ് മാർക്ക് നിനക്കാണ്, അതുകൊണ്ട് നിനക്ക് 7ാമനായിട്ട് വേണമെങ്കിൽ 2ൽ നിന്ന് 4ലേക്ക് ഒരു തറക്കി, ഒരു പ്രൊമോഷൻ തരാം, ഡബിൾ പ്രൊമോഷൻ എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. നമ്മൾ ഈ കഞ്ഞി ഡബിൾ അടിക്കാമെന്നൊരു പ്രയോഗം നമുക്കിടയിൽ ഉണ്ടായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടാകും. ഡബിൾ പ്രൊമോഷൻ, ഒരു തറക്കിൻ മുസ്ദവിജ് എന്ന് പറയാം. ആ ഡബിൾ പ്രൊമോഷൻ വേണമെങ്കിൽ നിനക്ക് തരാം എന്ന് CP എന്നെ വിളിച്ചു പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഉപ്പാനോട് ചോദിക്കട്ടെ എന്നാണ്. ഉപ്പ പറഞ്ഞു, എന്തൊക്കെ വിഷയങ്ങളാണ് ക്ലാസ് എടുക്കുക? അപ്പോൾ സഞ്ചാനും ഖത്തറിനതൊക്കെ എടുക്കുന്നത്. സഞ്ചാൻ ഖത്തറുന്നത എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളായിരുന്നു അത് എന്ന് ഞാൻ വിനീതമായി വിശ്വസിച്ചോട്ടെ. അതെടുക്കുന്നത് KC അലൈ മൗലവിയും മോയിൻകുട്ടി മദനിയും. നിനക്ക് ഡബിളൊന്നും വേണ്ട, സിംഗിളിന് തന്നെ നിനക്ക് അർഹത ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അത് വിലക്കിയതിനെ തുടർന്ന് വീണ്ടും 3ാം ക്ലാസ്സിൽ 2ൽ നിന്ന് 3ലേക്ക് മാത്രം പ്രമോഷൻ കിട്ടി. റിയാദ് സ്വാലിഹീൻ, ഇമാം നവവിയുടെ റിയാദ് സ്വാലിഹീൻ, ഇന്നും ഏതെങ്കിലും ഒരു ഖുത്ബയിൽ റിയാദ് സ്വാലിഹീനിൽ വന്ന ഒരു ഹദീസ് കോട്ട് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട CP ഓർക്കും. ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ഭാഗങ്ങൾ മനഃപ്പാഠമാക്കണം എന്ന് പറയുമായിരുന്ന CP. ഞാനിനി എന്താ അതിനെക്കുറിച്ചൊക്കെ പറയാ, എന്താ അവരെക്കുറിച്ച് പറയാ, ഞാൻ ആ ഭാഗം അവിടെ നിർത്തിക്കോട്ടെ. ഇതിനിക്കും ത്യാഗമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ സ്ഥാപനം. ഇതിൻ്റെ ചരിത്രം തന്നെ ത്യാഗമാണ്, ഇതിൻ്റെ തുടക്കം ത്യാഗമാണ്. കേട്ടില്ലേ നാം, 1947 ജൂലൈ, യൗമുൻ താരിഖിയുൻ ഫി ഹയാത്തി കുല്ലിയത്തി മദീനത്തിൽ ഉലൂമിൽ അറബിയ. ആ ചരിത്ര സുദിനം നമുക്ക് വേണ്ടി കാത്തുവെച്ച MCC റഹ്മഹുല്ലാ, കവിളൊട്ടിയ MCC, കൃത്യമായി ശമ്പളം വാങ്ങാൻ ഭാഗ്യമില്ലാതിരുന്ന നമ്മളെയൊക്കെ പഠിപ്പിച്ച് മൺമറഞ്ഞു പോയ അധ്യാപകർ, ശമ്പളം കിട്ടും മുമ്പേ ആ ശമ്പളം വകനീക്കി റേഷൻ അരിയിലേക്ക്
ചെലവാക്കി വേണ്ടി വന്നിരുന്ന KNE ഒരു ദിവസം ഞാൻ ഓർക്കുകയാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കുമല്ലോ, അസ്തഅഫീകും ജമീഅൻ അലാ മാ സഅഖൂൽ. VC ഒരു സഞ്ചിയുമായി ഓഫീസിന്റെ മുമ്പിൽ കാത്തു നിൽക്കുന്നു. കുഞ്ഞു മുഹമ്മദ് മൗലവി. സത്യം പറഞ്ഞാൽ ഒരു യാചകനെ പോലെ സഞ്ചിയുമായി KNEയുടെ ഓഫീസിന്റെ മുമ്പിൽ നിൽക്കുകയാണ് VC. ഞങ്ങൾക്കറിയാം എന്തിനാ VC നിൽക്കുന്നത്. അന്ന് KNE പറഞ്ഞത് VCയോട് കർമൂസ പൊട്ടിച്ചോളൂ എന്നാണ്. ഈ പറമ്പിലെ കർമൂസ പൊട്ടിച്ചോളൂ എന്ന്. അങ്ങനെയല്ലേ ഇവിടെ പറയുക കർമൂസ? ഞങ്ങൾക്ക് അപ്പങ്ങാന്നാ പറയല്, പപ്പായ എന്നും. കർമൂസ പൊട്ടിച്ചോളൂ. പഴയ തലമുറയിൽ മാത്രമല്ല, പുതിയ തലമുറയിലും അന്ന് ചിലപ്പോൾ റേഷൻ വാങ്ങാനുള്ള അരിക്കുള്ള കാശ് KNE കൊടുക്കും. ശമ്പളം, ഹോൾഡ് ചെയ്യപ്പെട്ട ശമ്പളം, പിടിച്ചു വെക്കപ്പെട്ട ശമ്പളമാണ് പെൻഷൻ എന്ന് പറയുമല്ലോ സുപ്രീം കോടതി വിധി ഉദ്ധരിച്ച്. അതുപോലെ പിടിച്ചു വെക്കപ്പെട്ട ശമ്പളം കൈമാറുന്നത് ഓൺലി ഫി അക്സാത്തി, അനി ഇൻസ്റ്റാൾമെന്റുകളായി മാത്രം. അതൊരു കാലഘട്ടമാണ്. തിരിച്ചു കൊടുക്കാൻ എന്നെപ്പോലുള്ളവർക്ക് ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് ഞാൻ ഓർക്കുന്നു. നുജൂമുൻ മാ ബദത് ഇല്ലാ ലിതഖ്ഫ കമാ യഅലു അലൽ മാഇൽ ഉബാബു. ഇത് CV അബ്ദുള്ളക്കുട്ടി മദനി എൻ്റെ മുന്നിലിരിക്കുന്നു. അദ്ദേഹമാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവില്ലായിരിക്കും. നുജൂമുൻ മാ ബദത് ഇല്ലാ ലിതഖ്ഫ, അസ്തമിക്കാൻ വേണ്ടി മാത്രം ഉദിച്ചുയരുന്ന താരകങ്ങൾ. കമാ യഅലു അലൽ മാഇൽ ഉബാബു, നുരയും കുമിളയും ഒക്കെ വെള്ളത്തിൽ പൊന്തി നിൽക്കുന്നത് പോലെ പൊട്ടിപ്പോകാൻ മാത്രം വിധിക്കപ്പെട്ട ആളുകൾ. അരിമണി ഒന്ന് കൊറിപ്പാനില്ല, തരിവളയിട്ട് കിളിക്കാൻ മോഹം. അതാണ് MCECയുടെ കോളേജ് സമാരംഭം എന്ന മഹാചരിത്രത്തെ കുറിച്ച് ഓർക്കുമ്പോൾ വാഴക്കാട് നിന്ന് തിരൂരങ്ങാടിയിലേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടുമൊക്കെ പുളിക്കലേക്ക് പറിച്ചു നടന്ന ആ ത്യാഗോജ്ജലമായ ചരിത്രം ഇന്നത് പുതിയ തലമുറയ്ക്ക് കേട്ട് കഥകൾ മാത്രമാണ്. നമ്മൾ ഈ ബെന്യാമിനില്ലേ, ആടുജീവിതം, അതെഴുതിയ ആളുടെ ഒരു വചനം, ആള് ജീവിച്ചിരിപ്പുണ്ട്, എന്നേക്കാൾ പ്രായമുള്ള ആളൊന്നും അല്ല അദ്ദേഹം. പക്ഷെ ബെന്യാമിൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമുക്കറിയാത്ത അനുഭവങ്ങളൊക്കെ നമുക്ക് കെട്ടുകഥകളാണ് എന്ന്. അങ്ങനെ അസാത്തീറും വെറും ഖിസസും മാത്രമായി, കെട്ടുകഥകളായി വരുംകാല സമൂഹം തലമുറ രേഖപ്പെടുത്തിയേക്കാവുന്ന ത്യാഗത്തിന്റെ ത്യാഗോജ്വലമായ ഏടുകൾ. പട്ടിണിയുടെ, വലിൽ ഫഖ്രി വൽ ഫാഖത്തി വൽ മജാഅത്തി വൽ മശഖ്ഖ, കഷ്ടപ്പാടിന്റെ, തീരാത്ത ദുരിതത്തിന്റെ ചരിത്രം. അതാണ് മദീനത്തുൽ ഉലൂമിന്റെ ശക്തിയും സായുജ്യവും. ഇത് വെറുതെ പറയുന്നതല്ല. ഇവിടുന്ന് എൻ്റെ പ്രിയപ്പെട്ട ഈസ മദനി അദ്ദേഹത്തിന്റെ കവിതയിൽ, ഞാൻ എൻ്റെ ഈ കവിത 2 ദിവസങ്ങൾക്ക് മുൻപ് മാത്രം എഴുതിയത്. ഇന്നലെ സുബഹിക്ക് ശേഷം ഞാൻ +2 പഠിപ്പിക്കുന്ന എൻ്റെ പ്രിയ വിദ്യാർത്ഥി ജാസിം ജമാൽ അവൻ്റെ വീട്ടിൽ പോയി അവനെ കൊണ്ട് എൻ്റെ ഈ കവിത റെക്കോർഡ് ചെയ്യിച്ചു. ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിക്കാൻ ശ്രമിച്ച ആ കവിത അതെൻ്റെ ജീവിത, അതെൻ്റെ മനസ്സാണ്. ശരിക്കും മദീനത്തിനോട് മദീനാകാത്ത, കടപ്പെടാത്ത ആരുമില്ല നമ്മുടെ കൂട്ടത്തിൽ. തിരിച്ചു കൊടുക്കാൻ കാര്യമായി നമുക്കൊന്നിനും സാധിച്ചില്ല. ഇനിയും അങ്ങനെ തുടരണോ എന്ന് ആലോചിക്കണം. ഇന്ന് ഹയാത്തു സഅദത്തി വൽ ഹനാ വറഫാഹിയത്തി വറഖാ, നമുക്ക് കാറും 2 നില വീടും മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസവും എല്ലാം കിട്ടി, കൊടുത്തു, നേടി. ഈ ദുനിയാവിൽ എന്താ നേടാൻ ബാക്കിയെന്ന് പറയും നിങ്ങൾ. ഞാൻ എൻ്റെ കുല്ലിയത്ത് മദീനത്തുൽ ഉലൂമിന്റെ പ്രിൻസിപ്പൽ എൻ്റെ പ്രിയ സഹോദരൻ മുഹമ്മദ് അലി അൻസാരിയോട് പറയാം, ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് ചോദിക്ക്, ഞാൻ വല്ലാഹി നിങ്ങൾ ചോദിക്കുന്നത് തരും. എൻ്റെ കയ്യിൽ ഇനിയും തലത്തു, വല്ലാഹി ധൈര്യമുണ്ടെങ്കിൽ ചോദിക്ക്, മദീനത്തുൽ ഉലൂമിന് വേണ്ടി ഞാൻ തരാൻ തയ്യാറാ. ഇത് ഞാൻ വെറുതെ പൊയ്വാക്ക് പറയല്ല, തയ്യാറാണ്. എന്ത് ചോദിച്ചാലും തരും. എൻ്റെ ബാങ്കിൽ ബാലൻസ് ഉള്ളതിൽ നിന്ന് ആ ബാലൻസ് ഉള്ള തുകയിൽ, ആ പരിധിയിൽ അത് പെടുമെങ്കിൽ തരാൻ ഞാൻ തയ്യാറാ. എനിക്ക് ജീവിതം തന്ന മദീനത്തിനോട്. പിന്നീടാണ് ഞാൻ സ്കൂളിൽ ചേർന്നതിന് ശേഷമാണ് ഞാൻ SSLC എഴുതി പാസ്സാകുന്നത്. പിന്നീടാണ് ഞാൻ PG എടുക്കുന്നത്.
അങ്ങനെ ഹയർ സെക്കൻഡറിയിലേക്ക് വന്നിട്ട് തന്നെ 16 വർഷമായി. തുടക്കം മുതലേ ഞാൻ സീനിയറാ എന്ന് പറഞ്ഞാൽ എന്നെക്കാളൊക്കെ എത്രയോ സമ്പന്നരായ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. പക്ഷെ എൻ്റെ ഒരു വിചാരം അനഅഗ്നൽ അഗ്നിയ, ഞാൻ വലിയൊരു സമ്പന്നനാണെന്നാണ്. ഇപ്പോഴും വല്ലാഹി ഞാൻ ഈ പറയുന്നതിൽ ഒരു കളവിന്റെ നേരിയ അയ്യുസായിബത്തി മിനൽ കദിബി വസൈഫ് ഇല്ലെന്ന ബോധ്യത്തോടെ ഞാൻ പറയട്ടെ. നല്ല ഭക്ഷണം ഭാര്യ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെക്കുമ്പോ ഒക്കെ ഞാൻ മദീനത്തുൽ ഉലൂമിനെ ഓർക്കും. ഒരു ദിവസമുണ്ട് മദീനത്തുൽ ഉലൂമിലെ ഒരു ദിവസം വൈകിട്ട് ഞങ്ങൾക്കിടയിൽ പാട്ടായി, ഇന്ന് മത്തിയാണ് കറിയെന്ന്. അങ്ങനെ മത്തിക്കറി, ചെറിയ ഒരു മത്തിയാണത്, അത് ഞങ്ങൾക്ക് ഉറപ്പായിരിക്കും. ആ ചെറിയ മത്തിക്കറി വിളമ്പി വെച്ച മത്തി മാത്രമേ ഉള്ളൂ മുകളിൽ, അപ്രത്യക്ഷമായ ചാറിന്റെ അവശിഷ്ടങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവർ കക്കാട് മുഹമ്മദ് മദനി, അതുപോലെ അബ്ദുറഹ്മാൻ മമ്പാട്, ഇവരൊക്കെ ഇവിടെയുണ്ട്. എല്ലാവർക്കും ഒരു മത്തി, എനിക്ക് മാത്രം 2 മത്തിയുണ്ട് എന്നൊരു അനൗൺസ്മെന്റ് വന്നു. അയാളോട് ഞങ്ങൾക്കൊക്കെ സ്വാഭാവികമായ അസൂയ തോന്നി. അമ്പടാ, 2 മത്തിയോ? അല്പനേരത്തെ അടുത്ത അനൗൺസ്മെന്റ് അദ്ദേഹം, നിങ്ങൾ ആരും വിഷമിക്കണ്ട, എന്റെ 2ാമത്തെ മത്തി പല്ലിയാണ്. ആവി കൊണ്ട് കറിയിലേക്ക് വീണ ആ മത്തിയായി തന്നെ പരിഗണിക്കപ്പെട്ടു. അത് പല്ലിയല്ല, മത്തിയാണ്. അത് അബ്ദുസമീ ബോധപൂർവം ഛർദ്ദിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ 100 ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഒരു പല്ലി പെട്ടാൽ ഒരപകടവും സംഭവിക്കില്ല. ഛർദ്ദിക്കുന്നത് അബദ്ധാണ്, കാരണം നമ്മുടെ കയ്യിൽ ചായ കുടിക്കാൻ കാശുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. ആ മദീനത്തുൽ ഉലൂം അല്ലല്ലോ ഇന്ന്. തള്ളവിരലിന്റെ നഖവും 52 കല്ലും ഞാൻ എൻ്റെ വാപ്പാക്ക് കവറിലിട്ട് തപാലിലയക്കാൻ തീരുമാനിച്ച് കാത്തുവെച്ചതാ. പക്ഷേ വേണ്ടെന്ന് വെച്ചു. പിന്നീട് ഇന്ന് ആ കഥകൾ പൊയ്വെടികളായി തോന്നും, ബോറടിപ്പിക്കുന്നില്ല. റുബ്ബമായ ഖൂൻ കലാമി ഹാദാ റതീബൻ ഇൻദ ബഅലികും, വിരസമാകാതിരിക്കാൻ ഞാൻ നിർത്താം. അബ്ദുറഹ്മാൻ മൗലവി, MCC അബ്ദുറഹ്മാൻ മൗലവി, ഈ സ്ഥാപനത്തിന്റെ ജീവാത്മാവും പരമാത്മാവുമായ ആ പ്രയോഗത്തിന് മതപരമായ യാതൊരു ആധാരവുമില്ല കേട്ടോ. എന്നാലും KN ഇബ്രാഹിം മൗലവി, ശക്തിയും ധൈര്യവും സംഭരിച്ച ഇച്ഛാശക്തിയുടെ അപൂർവമായ അടയാളക്കുറിയായി മദീനത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട KNE. പിന്നെ ത്യാഗികളായ അധ്യാപകർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഞാൻ നിങ്ങളോടൊരു അപേക്ഷ വെച്ചോട്ടെ. നമ്മൾ വിചാരിച്ചാൽ എന്താ, നാര് ചേർന്നുള്ള കയറാൽ പാരിൽ കെട്ടുന്നു ദന്തിയെ എന്നില്ലേ? നാര് ചേർന്നുള്ള കയറാൽ പാരിൽ കെട്ടുന്നു ദന്തിയെ. ദന്തി എന്ന് പറഞ്ഞ ആനയാണ്. ചെറിയ നാര് ചേർത്ത് വലിയ വടമുണ്ടാക്കി ആനയെ വരെ തളയ്ക്കാൻ നമുക്ക് സാധിക്കും പോലെ നമ്മുടെ കൊച്ചു കൊച്ചു സംഭാവന തുള്ളികൾ കൊണ്ട് നമ്മുടെ ബാധ്യതയുടെ അത് നമ്മുടെ ശരീരത്തിൽ ഒഴുക്കുന്ന ചോര മദീനത്തുൽ ഉലൂമിന്റെ ചോരയാണെന്ന ബോധ്യം ഉള്ളവർക്ക് നമുക്ക് ബുദ്ധിമുട്ടാവില്ല, നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. എനിക്ക് തോന്നാണ് അൻസാരി സർ, ഓരോ ബാച്ച് മേറ്റ്സ് ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഒരു റൂം ഏറ്റെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നാണ്, എന്തിനാ അങ്ങനെ പറയുന്നത്? ഈ കെട്ടിടം പൊളിക്കാൻ പോകല്ലേ, എങ്കിൽ പൊളിക്കാൻ പോകുന്ന കെട്ടിടത്തിന്റെ ഒരു മേജർ ഭാഗം നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. ഇത് വെറുതെ പറയുന്നതല്ല. നമ്മുടെ കയ്യിലൊക്കെ കാശ് അല്ലാഹു തന്നിട്ടുണ്ട്. നമ്മളിൽ പലരുടെയും ഭാര്യമാർക്ക് ജോലിയുണ്ട്. നമ്മളിൽ പലരുടെയും മക്കൾക്ക് നല്ല ഉദ്യോഗവും വരുമാനവുമുണ്ട്. തിരിച്ചു കൊടുക്കാൻ നമ്മുടെ ഉമ്മാക്ക് ഒന്നുമില്ലാതായാൽ നമ്മളെപ്പോലെ ദരിദ്രർ വേറെ ആരും ഉണ്ടാവില്ലല്ലോ പ്രിയപ്പെട്ടവരെ. എനിക്ക് വേറൊന്നു കൂടി പറയാണ് ഞാൻ. ആ ത്യാഗങ്ങളൊക്കെ നമ്മൾ എവിടെയോ കുഴിച്ചു മൂടി. ഇല്ല, ഈ ലാ തംബുശിൽ മദ്ഫൂൻ, കുഴിച്ചു മൂടപ്പെട്ടത് വീണ്ടും മാന്തി പൊളിച്ചെടുക്കരുതെന്ന് പറയില്ലേ? അല്ല, കുഴിച്ചു മൂടപ്പെട്ടതിനെ മുഴുവൻ മാന്തി പൊളിച്ചെടുക്കണം. ഈ മണ്ണിൽ കുഴിച്ചു മൂടിയ നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളും ദാരിദ്ര്യത്തിന്റെ, അവശതയുടെ, പട്ടിണിയുടെ കാലഘട്ടങ്ങളിലെ ഈ അഭയ കേന്ദ്രത്തിന്റെയും ചരിത്രം നാം മനസ്സിൽ വീണ്ടും വീണ്ടും ആവാഹിക്കണം. എന്നിട്ട് നാം നമ്മുടെ മതപ്രബോധന രംഗത്ത് കൂടുതൽ ശക്തി ഉന്നതോടൊപ്പം
നാം നടത്തി വരുന്ന വീടിന്റെ പരിസരത്തോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ സമീപത്തോ ഉള്ള പള്ളികളിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റെമ്യൂണറേഷൻ ഖുതുബയുടെ പേരിൽ മാത്രമാണ് ഞാൻ ഇത് സൂചിപ്പിക്കുന്നത്. അത് വാങ്ങിൽ നിന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ ഓർക്കാണ്, ആരോടാ നാം ഈ റെമ്യൂണറേഷൻ വാങ്ങുന്നത്? ഈ മദീനത്തുലും റമളാനിലെ പിരിവ് കൊണ്ട് മാത്രം അസ്തിത്വം നിലനിർത്തിപ്പോന്ന, ജീവവായു നിലനിർത്തിപ്പോന്ന ഈ മദീനത്തുലും 7 കൊല്ലം പഠിച്ച ഞാൻ 7 രൂപ പോലും ഈ സ്ഥാപനത്തിന് കൊടുത്തിട്ടില്ല. KNE മൺമറയും മുൻപ് 984 ബാച്ച് അവസാനിച്ചതിന്റെ പിറ്റക്കൊല്ലം ആണെന്നാണ് എന്റെ ഓർമ്മ. 85 അന്ന് ഇതുപോലെ അപൂർവമായ ഒരു മുൽത്തഖ, ഒരു സംഗമം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് KNE സങ്കടങ്ങൾ പറഞ്ഞു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, 1 മാസത്തെ ശമ്പളത്തോട് കുറച്ച് പൈസ കൂടി ചേർത്തിട്ടാണ് ഞാൻ അതിനോട് പ്രതികരിച്ചത്. മോങ്ങത്തോ മറ്റോ ഒരു തോട്ടം, തെങ്ങിൻ തോപ്പ് വാങ്ങാൻ ആയിരുന്നു അത്. യഥാർത്ഥത്തിൽ അതും അതുപോലെയുള്ളതും ഇതും ഈ ബിൽഡിംഗിലെ പഴയ നമ്മുടെ വികാരത്തിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് അത്തബാത്തുൽ ഫൗസി വൻ നജാഹ്, നേട്ടത്തിന്റെയും വിജയത്തിന്റെയും അത്തബാത്തുകൾ, ഈ ചവിട്ടുപടികൾ, ആ ചവിട്ടുപടികൾക്ക് പകരം ആധുനികമായ മോഡേണിറ്റിയുടെ ടെക്നോളജിയുടെ ഒരു നേർക്കാഴ്ചയായി മാറണമെന്ന് നാം ആശിക്കുന്ന പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾക്ക് ശക്തി പകരാൻ, വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് ശക്തി പകരുന്ന ഒരു തലമുറയെ മദീനത്തുലും വാർത്തെടുക്കണം. ടെക്സ്റ്റ് ബുക്കുകളുടെ പരിമിതമായ വലയം ഭേദിക്കണം. യൂണിവേഴ്സിറ്റിയുടെ സിലബസ് പരിധികൾ മറികടക്കണം. സഞ്ചാനും ഖത്തറിനതയും ഒക്കെ നമ്മൾ പഠിപ്പിച്ചിരുന്നത് പോലെ ഞാൻ ഈ പുതിയ തലമുറയിലെ ചെറിയൊരു ബില അക്കാദമി ഞാൻ മനസ്സിൽ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് എൻ്റെ അധ്യാപകരോട്, നിലവിലുള്ള ഈ സ്ഥാപനത്തിന്റെ സാരഥികളോട് അപേക്ഷിക്കുകയാണ് ഞാൻ. തീർച്ചയായും ബഹുഭാഷാ പാണ്ഡിത്യമുള്ള അറബിയും ഉറുദുവും ഇംഗ്ലീഷുമെങ്കിലും, ഈ 3 ഭാഷകൾ, ലോകത്തിന്റെ ഇസ്ലാമിക മനസ്സാക്ഷിയെ സൂക്ഷിച്ചു വെച്ച ഈ 3 ഭാഷകൾ, അറബിയും ഇംഗ്ലീഷും ഉറുദുവും സ്വായത്തമാക്കാൻ സാധിക്കുന്ന ഒരു തലമുറയാക്കി ഇവിടുത്തെ മക്കളെ വളർത്തിയെടുക്കണം. എല്ലാ മാസവും, ഇത് ഞാൻ ആവേശം കൊണ്ടാണ് അല്ലെങ്കിൽ ബിനിശ്വ യാനി ഒരു ഉന്മാദം കൊണ്ടാണെന്നൊന്നും വിചാരിക്കണ്ട. അങ്ങനത്തെ ഒരു എക്സ്റ്റസിയുടെ, ഒരു ഉന്മാദത്തിന്റെ തടവറയിലല്ല ഇപ്പോ. നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ. നമുക്കുള്ള കഴിവ് ഒന്ന് പുറത്തെടുത്താൽ, നമുക്ക് റബ്ബ് തന്ന ശേഷി നാം പുറത്തെടുത്താൽ തീർച്ചയായും നമുക്കതിന് സാധിക്കും. 70 വർഷങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തലേമാസം തുടങ്ങിയതാ മദീനത്തുൽ ഉലൂം 947 ജൂലൈയിൽ. പക്ഷേ ഇന്നും അതിന്റെ പരാധീനതകളിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയോ എന്ന് സംശയം. എങ്കിൽ ഈ ബിൽഡിങ്ങുകളെയൊക്കെ മറക്കാം. പുതിയ സ്ഥാപന സമുച്ചയങ്ങൾ വരട്ടെ, വളരട്ടെ, ആകാശം മുട്ടെ അത് ഉയരട്ടെ. അതിന് നമുക്ക് നേർസാക്ഷികളാകാം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ചേരുന്ന ഈ കൂട്ടായ്മയ്ക്ക് പലതിനും സാധിക്കുമല്ലോ. നമ്മളൊക്കെ പ്രവർത്തിച്ചു വരുന്ന മേഖലയിൽ നാം സംഘടിത സ്വഭാവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ കോടികളുടെ പ്രോജക്റ്റ് ഉണ്ട്. കോടികൾ വരുന്ന പ്രോജക്റ്റുകൾ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഞങ്ങൾ കൊടുങ്ങല്ലൂർ ഒരു പ്രോജക്റ്റ് 9 കോടിയിൽ നിന്നാണ്, 9 കോടി എന്ന ഇപ്പൊ 9 കോടി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തീർച്ചയായും എത്രയോ കോടികളുടെ പ്രോജക്റ്റുകൾക്ക് ഇവിടെ സ്കോപ്പുണ്ട്, സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, വഅഖീറൻ ഫീ ഖാതിമത്തി കലാമി ഹാദാ വല്ലാഹി ലാ അർതലി ബിൽ കലാം വലാ ബിത്തആം അന ലാ അർതലി ഇല്ലാ ബിൽ ജൂദി വൽ കറം വൽ കറാമത്തി വൽ അദ്ൽ വൽ ഖിയാം ബിഹാദിഹിൽ മദ്യൂനിയ്യ. ഈ കടപ്പാട് നിറവേറ്റാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും ഞാൻ കൃതാർത്ഥനാണ്, തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും അതിന് തയ്യാറായിരിക്കും എന്ന് സന്തോഷം. ഞാൻ അവരോട് പറഞ്ഞിട്ടല്ല ഞാനിത് പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവർ, എന്നോടൊപ്പമോ എനിക്ക് മുൻപോ എനിക്ക് ശേഷമോ ഈ പടിയിറങ്ങിയവർ, മദനി എന്ന ഒരൊറ്റ വാലുകൊണ്ട് ജീവിതത്തെ അർത്ഥപൂർണമാക്കിയവർ, ജീവിതത്തിൽ എവിടെയും മഹാനായ ഉമറിനെ കുറിച്ച് പറയില്ലേ, ഏതോ താഴ്വരയിൽ ഏതെങ്കിലും മരുഭൂമിയുടെ ഓരത്തോ മറ്റോ ഒക്കെ ഒട്ടകത്തിന്റെ മൂക്കുകയറും പിടിച്ച് ജീവിക്കാൻ ഇടവരുമായിരുന്ന ഉമറിന്
ലോകത്ത് ഒരു വലിയ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊടുത്ത ഇസ്ലാമിനെ കുറിച്ച് പറയില്ലേ, അതുപോലെ നമ്മുടെ ഇസ്ലാമും എന്റെ ഈമാനും എന്റെ തൗഹീദും ഒക്കെ മദീനത്തുൽ ഉലൂമാണ് എന്ന് ഓരോരുത്തർക്കും തോന്നുന്നുണ്ടാകും, മനസ്സ് മന്ത്രിക്കുന്നുണ്ടാകും. ഇനി നാം എന്തിനു ശങ്കിക്കണം? തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോകണം. അള്ളാഹു അനുഗ്രഹിക്കാതെ അള്ളാഹു നമ്മളോടൊപ്പം നിൽക്കും. അള്ളാഹു ഈ സ്ഥാപനത്തോടൊപ്പം നിൽക്കും. ഈ സ്ഥാപനത്തിന്റെ മോഹനമായ സങ്കല്പത്തോടൊപ്പം നിൽക്കും. കെ.എൻ. ഇബ്രാഹിം മൗലവി എന്ന എന്റെ മനസ്സിൽ ഞാൻ പിതൃസമാനമായ സ്നേഹത്തെക്കാൾ ഉപരി എന്റെ മനസ്സിൽ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള കെ.എൻ. ഇബ്രാഹിം മൗലവി എന്ന ആ മഹാമനീഷിയുടെ കാഴ്ചപ്പാടുകൾക്ക് ചിറകുകൾ നൽകാൻ, ആ സ്വപ്നങ്ങൾക്ക് ജീവൻ വെപ്പിക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കുമെങ്കിൽ, മരിച്ചുപോയ ശമ്പളത്തിന് വേണ്ടി കാത്തുനിന്ന, ശമ്പളം കിട്ടാതെ പണിയെടുത്ത് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ ഖബ്ബാബ് ബിൻ ലറത്തിന്റെ കഥ പോലെ അദ്ദേഹം പറഞ്ഞല്ലോ, ഞങ്ങൾക്കൊക്കെ ഈ ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടി, മുസ്സബിന് അതൊന്നും കിട്ടിയില്ല, പാവം അതിനു മുൻപേ ഈ ലോകത്തോട് പിരിഞ്ഞു. നമുക്കതൊക്കെ കിട്ടി. ഷാമിലും ഇറാഖിലും ഈജിപ്തിലും ഒക്കെ ഭൂമി പതിച്ചു കിട്ടിയ സ്വഹാബികൾ പിന്നീട് പറഞ്ഞതിന്റെ കഥയാണല്ലോ, ആ കഥ ബാക്കിയാണ് നമ്മളൊക്കെ. ഒന്നും കിട്ടാതെ മരിച്ചുപോയവരെ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു നമുക്ക് വെച്ച് നീട്ടിയതിനെ അടിസ്ഥാനമാക്കി നമുക്ക് നൽകാം, പ്രവർത്തിക്കാം. പ്രിയപ്പെട്ടവരെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. ടി.പിയുടെ അതുപോലെ പി.കെ. മുഹമ്മദ് മദനിയുടെ ആദരണീയരായ ഈ സ്ഥാപനത്തിന്റെ സാരഥികളുടെ പേരുകളൊന്നും പരാമർശിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ വികാരങ്ങളുടെ തടവറയിലും തിരമാലകളിലുമായിരുന്നതിനാൽ, എന്നാലും എൻ്റെ വികാരം ഒപ്പിവെച്ച ഒരു കവിത കേൾപ്പിക്കാൻ എനിക്ക് അവസരം കിട്ടിയല്ലോ എന്ന മഹാസൗഭാഗ്യത്തെ ഓർത്ത് വല്ലാഹി അലാ മാ ഹളീതു ബിഹാദിഹിൽ ഫുർസത്തി ത്വയ്യിബത്തിൽ അത്ര المباركة الميمونة في رحاب هذه الكلية حياتي وهذه الكلية والله ستكون سعادتي أيضا والله المستعان. أنا جد شاكر وذاكر على ما حظيت بهذا الوقت وبهذه الفرصة. أنا مدين لحسن استماعكم والسلام عليكم ورحمة الله وبركاته.